ഇന്ന് എൻ്റെ കൂടെ ഒരു പുലിക്കുട്ടിയാണ്. പക്ഷേ ഈ പുലിക്കുട്ടി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കുതിരകൾക്ക് കുളമ്പ് വയ്ക്കുന്നതും തേനീച്ചകൾക്ക് വേണ്ടി കുറേ ജീവിക്കുന്ന അങ്ങനെ ഒരുപാട് വെറൈറ്റീസും സ്പെഷ്യാലിറ്റീസൊക്കെ ഉള്ളൊരു പുലിക്കുട്ടിയാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒലി അമൻ ജോധ. കുതിരപ്പുറത്ത് അറിയാണ്ടെന്ന് കയറിപ്പോയതാണ്. പിന്നെ എനിക്കതിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ ആ മുടിയും പിടിച്ച് ഇങ്ങനെ ഇരിക്കും. 100 രൂപയ്ക്കും 200 രൂപയ്ക്കൊക്കെ കൊണ്ടുവന്ന റൈഡുകളുണ്ടല്ലോ, അതിനകത്ത് കയറുന്നത്. പിന്നെ ഡെയിലി പോക്കായി മണിക്കൂർ കണക്കിന് അങ്ങനെ ഇരിക്കും. പിന്നെ വാശി പിടിക്കാൻ തുടങ്ങി എനിക്കൊരു കുതിരനെ വാങ്ങിത്തരണം എന്നുള്ളത്. അമ്മ വാങ്ങിത്തന്നു. എത്ര വയസ്സിലായിരുന്നു അത്? എനിക്കൊരു 3-4 വയസ്സുള്ള. അപ്പോൾ 4 വയസ്സിൽ കുതിരനെ വാങ്ങിത്തന്നു. 9 വയസ്സൊക്കെ ആയി തുടങ്ങിയപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല? ഞാൻ അത്രയും ഇഷ്ടപ്പെടുന്ന കുറച്ച് ജീവികളെ എനിക്ക് മനസ്സിലാക്കി എനിക്ക് ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാമെന്നുള്ളൊരു തോട്ടിൽ കുതിരയ്ക്ക് ലാഡം അടിക്കാൻ വേണ്ടി നേപ്പാളിൽ പോയി പഠിച്ചു. 9 വയസ്സിൽ. കുതിരനെ കുറിച്ച് പറയുമ്പോഴേ എത്ര നാൾ വരെ ഉണ്ടായിരുന്നു? ഇപ്പോൾ ആളുണ്ടോ? ഒരാൾ മരിച്ചു, ഒരാളിപ്പോഴും ഉണ്ട്. ഒരു സാഹചര്യം വന്നത് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നം വന്നു. ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ തമിഴ്നാട്ടിൽ ഒരാളെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. പക്ഷെ ആ കുതിരനെ മറിച്ചു വിറ്റു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഏത് കുതിര എന്നാൾ ചോദിച്ചത്. പിന്നെ ഒരു സമയത്ത് ഒക്കനക്കിൽ വെച്ച് നമ്മൾ കുതിരനെ കണ്ടിരുന്നു. ഈ കൊടുത്തു നമ്മളിവിടെ രണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുതിരയുടെ ഒരു മേളയായിരുന്നു. അവിടെ നിന്ന് വൻ ബഹളവും കരച്ചിലും കൊതർച്ചയും പൊട്ടിക്കലും ഒക്കെ ആയിട്ട് ഓടി വന്ന് നേരെൻ്റെ തോളിൽ, ഞാൻ പിന്നെ പുറം തിരിഞ്ഞിരിക്കുക, നേരെൻ്റെ തോളിൽ വന്ന് ഇങ്ങനെ നിന്നു കണ്ണീരായിട്ട്. അയ്യടാ. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വന്നു കേട്ടോ. അതിനെ എല്ലും തോലായിട്ടുണ്ടായിരുന്നു. അയ്യടാ. എനിക്ക് തോന്നുന്നു അമ്മയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ. അപ്പം എനിക്ക് ഈ ഒരു മാറ്ററിൽ റിസർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ഞാൻ ആദ്യം സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് നല്ല റിയാക്ഷൻ. ഞാൻ അത് ചോദിക്കാനിരിക്കുമായിരുന്നു. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എന്ത് വന്നാലും നമ്മളെ ഈ പഠിച്ച സർട്ടിഫിക്കറ്റ്സ് അങ്ങനത്തെ പരിപാടീസൊക്കെ വേണമല്ലോ. നോർമലി ഒരു ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് വേണോ? കുട്ടിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്കത് തോന്നിയിട്ടില്ല അതുവരെ. ലൈക്ക് വേറൊരു ഓപ്ഷൻസ് ഉണ്ട് അവിടെ, നമ്മളത് അന്വേഷിച്ച് പോകുന്നില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ കറൻ്റ്ലി NIRD നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതും കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്. എനിക്ക് തോന്നുന്നു PG സ്റ്റുഡൻസിനും ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. 2 CR വരെ മുകളിലേക്കുള്ള കുതിരയ്ക്ക് ലാഡൻ അടിച്ചിട്ടുണ്ട്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ ഒരു പുലിക്കുട്ടിയാണ്. പക്ഷേ ഈ പുലിക്കുട്ടി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കുതിരകൾക്ക് കുളമ്പ് വയ്ക്കുന്നതും തേനീച്ചകൾക്ക് വേണ്ടി കുറേ ജീവിക്കുന്ന അങ്ങനെ ഒരുപാട് വെറൈറ്റീസും സ്പെഷ്യാലിറ്റീസൊക്കെ ഉള്ളൊരു പുലിക്കുട്ടിയാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒലി അമൻ ജോധ. വല്ലാത്തൊരു പേരാണ്. നമുക്ക് ആക്ച്വലി പേരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആക്ച്വലി നേരത്തെ സംസാരിച്ചിരുന്നു, പക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഒന്നുകൂടി ചോദിക്കാം. എൻ്റെ പേരിൻ്റെ മീനിങ്? തേനീച്ചകളുടെ ശാന്തിക്ക് വേണ്ടി പോരാടുന്ന രാജ്ഞി, അല്ലെ ക്വീൻ ഓഫ് ബീസ് എന്നൊക്കെ നമുക്ക് പറയാം. എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ കേട്ടോ, അമ്മയുടെ അച്ഛൻ്റെ അച്ഛൻ. അറിഞ്ഞിട്ട പേരാ. ആൾ റിസർച്ചർ ആയിരുന്നു. ആൾക്ക് 10-40 ലാംഗ്വേജിൻ്റെ മുകളിലേക്ക് അറിയാം. ആളിങ്ങനെ കറങ്ങി നടക്കുന്നൊരു മനുഷ്യനായിരുന്നു. അടുത്ത ക്രൗൺ പ്രിൻസ് ആവേണ്ടതായിരുന്നു രാജസ്ഥാനിലെ. ആള് നാട്ടിൽ വന്ന് കളരി പഠിക്കാനുള്ള മോഹമായിട്ട് നാട്ടിൽ വന്ന് ഇവിടെ ഒരു മുസ്ലിം പെൺകുട്ടീനെ പ്രേമിച്ച് കല്യാണം കഴിച്ച് ആൾ സെറ്റിലായി. ഇവിടെ തന്നെ ചെങ്കോലും കിരീടമൊക്കെ കാറ്റി പറന്നു. ഞങ്ങൾ നേരത്തെ പറയായിരുന്നു, ഒരു കേസൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഷെയറൊക്കെ വാങ്ങി രാജസ്ഥാനൊന്നും ഭരിക്കായിരുന്നു. ഈ എപ്പോൾ മുതൽ? അപ്പം ഞാൻ ആക്ച്വലി തേനീച്ചയുടെ കഥയിൽ നിന്ന് തുടങ്ങണോ അല്ലെങ്കിൽ കുതിരകളെ കുറിച്ച് ചോദിക്കണോ? എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? നമുക്ക് വീട്ടിൽ കളരി ഉണ്ടായിരുന്നുകൊണ്ട് ലൈക്ക് അതിലാണ് നമുക്ക് തേനീച്ചകളായിട്ട് കിട്ടുന്നുള്ളത്. അതിന് കണക്ഷൻ വരുന്നത് തേനീച്ചകളിൽ നിന്നാണ് അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു തുടക്കം. അതെ, വീട്ടിൽ കളരി ഉണ്ടായിരുന്നു. അപ്പോൾ ഔഷധ കളരിയും ഉണ്ട്, ആയോധന കളരിയും ഉണ്ട്. സോ അല്ലെങ്കിൽ മരുന്നിലേക്ക് ആവശ്യമായിട്ട് തേനീച്ച കൃഷി സ്റ്റാർട്ട് ചെയ്തു. വീട്ടിൽ കൂടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കുഞ്ഞിലെ അങ്ങോട്ട് കൂടെ ADHD നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നിന്നോടത്ത് നിൽക്കില്ല. സോ ഫുൾ കറങ്ങി നടക്കുന്നതിലിടയ്ക്ക് ഒരു തേനീച്ച കുത്തി. സോ പിന്നെ കരച്ചിലും പൊരിച്ചിലും ബഹളം എല്ലാം ആയി. അമ്മ എനിക്ക് കുറച്ച് തേൻ തന്നു. അതിൽ നിന്നാണ് പിന്നെ ചോദ്യം ചോദിച്ചു തുടങ്ങുന്നുള്ളത്. ഇത്രയും എന്നെ കുത്തി തേനീച്ച എങ്ങനെയാണ് എനിക്ക് ഇത്രയും നല്ല മധുരം തരുന്നതെന്നുള്ള കൺഫ്യൂഷനും ക്വസ്റ്റ്യൻ മാർക്സും എല്ലാം ആയിട്ട് പണ്ട് തൊട്ടേ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും അറിവുണ്ടാക്കാനുള്ളൊരു വ്യഗ്രത ഭയങ്കര കൂടുതലാണ്. അങ്ങനെ കിട്ടി. അതിനെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. ഓരോരോ പുതിയ കാര്യങ്ങൾ അറിയാൻ, എങ്ങനെയാണ് ഈ കുഞ്ഞു ജീവി സമൂഹത്തിന് നമുക്ക് അത്രയും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഇൻട്രസ്റ്റ് ആയി. എനിക്ക് തോന്നുന്നു തേനീച്ചകളിലാണെന്ന് തോന്നുന്നു ഈ റാണി കോൺസെപ്റ്റ്. അതെ, കുറച്ചുകൂടി ഫീമെയിൽ ഡോമിനൻസ് ഉള്ളത് തേനീച്ചകളിലാണ്. കൂടുതലും വർക്കേഴ്സ് ആയിട്ടുള്ളത് സ്ത്രീകൾ തന്നെയാണ്. ബട്ട്
അവരുടെ ഈ മെയിൽ ബോഡി ഭയങ്കര അങ്ങനത്തെ രീതിയിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് ആ ജോലി ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ അവരും വെറുതെ ഇരിക്കുന്നൊന്നുമില്ല, വെറുതെ ഇരിക്കുന്നൊന്നുമില്ല. ലൈക്ക് കൂടിൻ്റെ ലൈക്ക് അതിൻ്റെ പ്രത്യുൽപാദനത്തിനാണെന്നുണ്ടെങ്കിലും ബാക്കി ആ കൂടിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ തേനീച്ചകളുടെ വലിയ സഹായമുണ്ട്. ബാക്കി പുറത്തു പോയുള്ള ജോലികളൊക്കെ സ്ത്രീകളാണ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ആദ്യമായിട്ട് ആ ഒരു ഈ തേനീച്ചകളെ കുറിച്ച് കുറേ ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പെട്ടെന്ന് ആദ്യമായിട്ട് മനസ്സിലൊരു ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി തോന്നി അറിഞ്ഞൊരു ആദ്യത്തെ ഒരു ഇൻഫർമേഷൻ എന്തായിരുന്നു? ലൈക്ക് ഇത് തന്നെയായിരുന്നു. 4 വർഷത്തിനുള്ളിൽ തേനീച്ചകൾ ഈ ലോകത്ത് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടല്ലോ. ചൂട് കൂടും, നമുക്ക് ഭക്ഷണം കഴിക്കാനുണ്ടാവില്ല. ഈ സാധനങ്ങളൊക്കെ കേൾക്കി കഴിയുമ്പോൾ ലൈക്ക് ഇത്രയും ചെറിയ ജീവി ഹൗ ഇറ്റ് ഈസ് പോസിബിൾ എന്നുള്ളൊരു സാധനം തുടങ്ങി. പിന്നെ ഓരോരോ കുഞ്ഞു കുഞ്ഞു അറിവുകൾ കളക്ട് എത്രത്തോണ്ട് ലൈക്ക് ഇപ്പം ഈ സമൂഹത്തിന് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്. തേനീച്ചകൾ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഒരു ഫാമിലീനെ അല്ലെ അവരുടെ ചുറ്റുപാടുള്ള ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈക്ക് ഈ തേനീച്ചകൾ ഒരാളെ കുത്തി കഴിഞ്ഞാൽ അപ്പോൾ അവരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ തന്നെ ഇങ്ങോട്ട് തിരിച്ച് ഉപദ്രവിക്കുകയുള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ചാവേര് സമ്പ്രദായമൊക്കെ വരുന്നത് ഈ തേനീച്ചകളെ കണ്ടിട്ടാണ്. അവർ കുത്തി കഴിഞ്ഞ് 15 മിനിറ്റിനുള്ളിൽ മരിച്ചു പോകും. പക്ഷെ എന്നിട്ട് പോലും അവരുടെ ജീവൻ വരെ പണയം വെച്ചിട്ടാണ് റാണീനെയും ബാക്കി കൂട്ടിലുള്ള കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആ പ്രകൃതിയോടുള്ളൊരു പ്രതിബദ്ധത ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. എന്നെ ആക്ച്വലി ഇതുവരെ തേനീച്ച കുത്തിയിട്ടില്ല. പക്ഷെ എന്നാലും ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ തേനീച്ചകളുടെ കൂട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അത് തീ കത്തിച്ചായിരിക്കും കളയുന്നത്. പക്ഷേ ഈ തേനീച്ച കുത്തുന്നതിലൊരു ഗുണമുണ്ട്. അതിനകത്ത് മെലിറ്റി എന്ന് പറഞ്ഞൊരു ഘടകം HIV വൈറസ്, ക്യാൻസർ, സോറിയാസിസ് ഇതിനൊക്കെയുള്ള നല്ലൊരു പ്രതിരോധ മരുന്നാണ്. വീക്കിലി ഒരു കുത്തൊക്കെ കിട്ടുന്നത് നല്ലതാണ്. ഇത് കാശ് കൊടുത്ത് കുത്തിക്കുന്ന പരിപാടിയില്ലേ? ഉണ്ട്, എപ്പിതെറാപ്പി എന്ന് പറഞ്ഞിരുന്നുണ്ട്. അതൊക്കെ വേണ്ട. ഓക്കെ, അങ്ങനെ ഇപ്പം നിലവിൽ തേനീച്ചകളെ കുറിച്ച് റിസർച്ചും പരിപാടിയൊക്കെ ഇപ്പം കാശ്മീരിലാണ് കറൻ്റ്ലി റിസർച്ച് ചെയ്യുന്നത്. ലൈക്ക് ഈ വിൻ്റർ സീസണിൽ എങ്ങനെയാണ് ഇവർ സർവൈവ് ചെയ്യുന്നത് എന്നുള്ളൊരു ടോപ്പിക്കാണ്. ശരിക്കും എങ്ങനെ സർവൈവ് ചെയ്യുന്നത്? അതവർ ആ മഞ്ഞിൻ്റെ അടിയിൽ ഇവരിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഉണ്ടാക്കി പുറത്ത് വരുന്നതും കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അതിൻ്റെ വീഡിയോസ് ഇരുന്ന് ഷൂട്ട് ചെയ്യുക, ലൈക്ക് ഓരോരുത്തർ ഇങ്ങനെ തപ്പിത്തെരഞ്ഞ് കുഴി തോണ്ടിയിരിക്കുക. ഞാൻ ചില ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്, കുറേ തേനീച്ചകളുടെ കൂടെ അത് ഏകദേശം അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഓഫ് തേനീച്ചകൾ ഉണ്ടായിരുന്നില്ലേ? അത് പേടിയാവില്ലേ അപ്പം? കാരണം ഇത് നമ്മളായിട്ട് ഇണങ്ങുന്നുണ്ട്, നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ അധികം ഇവർക്ക് ദ്രുതചലനം ഭയങ്കര പ്രശ്നം. നമ്മൾ കൈയിട്ട് ഭയങ്കരമൊക്കെ ആയിട്ട് അനക്കുമ്പോഴൊക്കെയാണ് ഇവർക്ക് ലൈക്ക് കുറേ കൃഷ്ണമണികളുണ്ട്, ഒറ്റ കൃഷ്ണമണിയല്ല. അപ്പം അതുകൊണ്ട് ഇവർക്ക് നമ്മൾ ഭയങ്കരമായിട്ട് വലിയ എന്തോ ജീവിയാണെന്ന് തോന്നുകയാണ്. അപ്പോൾ അവരുടെ അടുത്ത് പോകുമ്പോൾ പൊതുവേ അനങ്ങാതെ ഭയങ്കര സൈലൻ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, കുത്തില്ല. പിന്നെ കുത്ത് കിട്ടുന്നത് നല്ലതാണ്. ക്ഷമ, ബഹളം ഉണ്ടാക്കാതിരിക്കുക. തേനീച്ചകൾ വരുമ്പോൾ നമ്മളൊരു തേനീച്ച കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മണമുള്ള ഇലകൾ ഉണ്ടാവില്ലേ, കമ്മ്യൂണിസ്റ്റ് പച്ചക്കൊക്കെ ഒരു സ്മെല്ലില്ലേ, അതുപോലെ എന്തെങ്കിലും ഒരു ഇലയോ അല്ലെ പെർഫ്യൂം എന്തെങ്കിലും ചെറുതായിട്ട് ആ ഒരു സൈഡിൽ പരട്ടി കൊടുക്കുക. അതിൽ നിന്ന് വരുന്നൊരു മണമുണ്ട്. ആ ഫെറമനാണ് നമ്മളെ ബാക്കി എല്ലാ തേനീച്ചകളും കുത്താൻ വേണ്ടിയിട്ട്. അലാമാണ്, അലാം ഫെറമൻ എന്ന് പറയാം. സോ ബാക്കി എല്ലാ തേനീച്ചകളും ഒരു അലേർട്ട് കിട്ടുമ്പോൾ, എല്ലാവരും വന്ന് ഡേഞ്ചർ അലേർട്ട് കിട്ടുമ്പോൾ കുത്താൻ വരുന്നതാണ്. പിന്നെ അനങ്ങാതെ നിൽക്കുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. പിന്നെ നമ്മുടെ ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും ചെയ്യുന്നൊരു തെറ്റായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുമ്പോൾ MRI, ECG എന്നൊക്കെ പറഞ്ഞ് നേരെ അങ്ങ് കൊണ്ടുപോകും. ബട്ട് അവർക്ക് ആ ഡ്രസ്സൊക്കെ ഒന്ന് അഴിച്ചിട്ട് കുറച്ച് വെള്ളം കൊടുത്താൽ തന്നെ, തേനൊഴിച്ച വെള്ളം കൊടുത്താൽ തന്നെ കുറച്ചൊരു ആശ്വാസം കിട്ടും. പിന്നെ ഓക്സിജൻ കൊടുക്കുക എന്നുള്ളതാണ് വേറെയുള്ള ഓപ്ഷൻ. എന്നിട്ടേ ബാക്കി ഇതിലേക്ക് ചെല്ലേണ്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു അമ്മയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ. അപ്പം എനിക്ക് ഈ ഒരു മാറ്ററിൽ എന്താ പറയുക, റിസർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ഞാൻ ആദ്യം സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് നല്ല റിയാക്ഷൻ. ഞാൻ അത് ചോദിക്കാനിരിക്കുമായിരുന്നു. അത് എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അതെങ്ങനെ റിയൽ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത ആ ഒരു? എന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കൊണ്ട് ചേർത്തത് ഞാൻ തന്നെ വാശി പിടിച്ച്. എനിക്ക് നഴ്സറി പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. LKG ആ സിസ്റ്റം ഉണ്ടല്ലോ, അതിനകത്ത് എനിക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോഴൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല രസമായിട്ട് അങ്ങനെ പോകുമായിരുന്നു. ഫസ്റ്റ് സ്റ്റാൻഡേർഡായി ഞാൻ തന്നെയാണ് വാശി പിടിച്ച്. ബാക്കി വീടിൻ്റെ ഫ്രണ്ടിലൂടെയാണ് എല്ലാ പിള്ളേരും സ്കൂളിൽ പോകുന്നത്. സോ എനിക്കും പോകണം എന്നുള്ള വാശിയിൽ പോയി ജോയിൻ ചെയ്തു. പക്ഷേ എനിക്കൊരു സ്ഥലത്ത് ഉറച്ചിരിക്കാൻ പറ്റില്ല. ശരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ലൈക്ക് എനിക്ക് അപ്പുറത്തെ എൻ്റെ ക്ലാസ്സിൽ പഠിക്കലൊക്കെ കഴിഞ്ഞ് എൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ മൊത്തം എനിക്ക് കാണാപ്പാടാവൽ കഴിഞ്ഞു. എനിക്ക് മറ്റേ ഗവൺമെൻറ് സ്കൂളാണല്ലോ, അപ്പോൾ പട്ടികയുടെ അപ്പുറത്തിരിക്കുന്ന ക്ലാസ് മുറിയിൽ ഉത്തരങ്ങൾ പറയാനാണ് എനിക്കിഷ്ടം. ടീച്ചേഴ്സ് വിടില്ല. എനിക്ക് മരം കയറിക്കാൻ തോന്നിക്കഴിഞ്ഞ് ഞാൻ മരം കയറും. അതിനൊക്കെ നമ്മുടെ സിസ്റ്റം അനുവദിക്കില്ല. ക്ലാസ് ടൈമിൽ മരം കയറാനോ? എനിക്ക് കഴിക്കാൻ തോന്നിയാൽ എനിക്ക് കഴിക്കണം, എനിക്ക് മരം കയറാൻ തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് മരം കയറണം. പറഞ്ഞു കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല, കുട്ടി പോയില്ല. അമ്മയ്ക്കും മനസ്സിലായി ലൈക്ക് എന്നെ എൻ്റേതായിട്ടുള്ള പാത്തിൽ വിടുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ മനസ്സമാനത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയെന്ന് മനസ്സിലായാലാണ് അമ്മ അങ്ങനെ വിട്ടത്.
അപ്പോൾ ഇപ്പോൾ അപ്പോൾ നമുക്കിങ്ങനെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എന്ത് വന്നാലും നമ്മുടെ ഈ പഠിച്ച സർട്ടിഫിക്കറ്റ്സ് അങ്ങനത്തെ പരിപാടീസൊക്കെ വേണമല്ലോ. നോർമലി ഒരു ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് വേണം, കുട്ടിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്കത് തോന്നിയിട്ടില്ല അതുവരെ. ലൈക്ക് വേറൊരു ഓപ്ഷൻസ് ഉണ്ട് അവിടെ, നമ്മളത് അന്വേഷിച്ച് പോകുന്നില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ കറൻ്റ്ലി NIRD നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതും കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ്. അതെനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് എത്തപ്പെട്ടത്? എനിക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് MS സ്വാമിനാഥൻ റിസർച്ച് ആൻഡ് ഫൗണ്ടേഷൻ്റെ ഹെഡായിരുന്ന ബാലകൃഷ്ണൻ സാറ്. ആളുടെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. ആളാണ് ലൈക്ക് എൻ്റെ ഉള്ളിലുള്ളൊരു സാധനം, ലൈക്ക് ഇത്രയും റിസർച്ച് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളൊരു സാധനം മനസ്സിലാക്കിയിട്ട് MS സ്വാമിനാഥൻ റിസർച്ച് ആൻഡ് ഫൗണ്ടേഷനിൽ റിസർച്ച് ചെയ്യാനും അതേപോലെ വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് തന്നത്. ആൾ DYSPയും കൂടിയാണ്. ബട്ട് അതിൻ്റെ ഒപ്പം തന്നെ ആൾ ഡോക്ടറേറ്റും എടുത്ത് ഇവിടെ റിസർച്ച് സെൻറ്ററിൽ ആളുടെ വർക്കും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആളാണ് എല്ലാത്തിൻ്റെയും തുടക്കം. സ്വാമിനാഥനിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് NIRD നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ അങ്ങനെ കയറി. ഞാൻ ട്രൈബ്സിൻ്റെ ആയിട്ടുള്ള റിസർച്ചസും കാര്യങ്ങളും ചെയ്യാറുണ്ടായിരുന്നു. അതിൻ്റെ കീഴിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു PG സ്റ്റുഡൻസിനും ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. ആക്ച്വലി അത് ഭയങ്കര അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. എന്താ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പം ഈ ഒരു പോയിന്റിൽ അഡ്വൈസ് ചെയ്യും. ഇപ്പോൾ വേറൊരു ആളുടെ അടുത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് ബേസിലല്ല നമ്മുടെ എഡ്യൂക്കേഷൻ ഡിസൈഡ് ചെയ്യപ്പെടേണ്ടത് എന്ന് പബ്ലിക്കിനോട് അഡ്വൈസ് ചെയ്യും. ഇപ്പോൾ അറിവുണ്ടാക്കുക എന്നുള്ള മാനദണ്ഡം മാത്രമേ അവിടെ ഉള്ളൂ. അതിന് മാർഗം ആക്ച്വലി അതൊരു വിഷയമല്ല. ലൈക്ക് പിന്നെ എല്ലാവരുടെയും സാഹചര്യം ഒരേപോലെ ആവണം എന്നില്ല. സോ ചിലർക്ക് അത് സ്കൂളിൽ പോയി അറിവുണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് പാരൻസിനാണെന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ കൂടുതലും അന്നന്നത്തെ ജോലി ചെയ്ത് അന്നന്ന് പൈസ കിട്ടുന്ന പാരൻസാണ്. അവരനുഭവിച്ചൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കുട്ടികളെ ഫോഴ്സ് ചെയ്ത് സ്കൂളിൽ വിടുന്നത്. അത് പാരൻസിനാണ് നമ്മൾ ആദ്യം ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. കുട്ടികൾക്ക് അറിവുണ്ടാക്കുക, അവരെ സ്വയം പര്യാപ്തരായി അവരെന്ത് ജോലി ചെയ്തും മനസ്സമാധാനത്തോടുകൂടെ ജീവിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് വരേണ്ടത്. സ്കൂളിങ്ങിനെ ഞാൻ ഒരിക്കലും മോശമായിട്ട് പറയുന്നില്ല, ഞാൻ പോയ പാത്താണ് ശരിയെന്നും ഞാൻ പറയുന്നില്ല. ബട്ട് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള മനസ്സമാധാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഓക്കെ അതെ, നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു വഴിയിൽ എൻഡ് ഓഫ് ദ ഡേ നമുക്കത് നല്ലതായിട്ട് വരുവാണെങ്കിൽ എല്ലാം നല്ലത്, എല്ലാം സാറ്റിസ്ഫാക്ഷനാണ്. നമ്മൾ ഒരാളെ പ്രഷർ ചെയ്ത് ചെയ്യുന്നതും സ്വയം പ്രഷറായിട്ട് നിൽക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പിന്നെ പൊതുവെ എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. ഇപ്പം എൻ്റെ ഒരു പ്രശ്നം ഇതാണ് എന്ന് തുറന്നു പറയാൻ മറ്റുള്ള ആളെ എന്ത് വിചാരിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്സും അതൊന്നും മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം സിമ്പിളാണ്. ഓക്കെ, ഇപ്പം നിലവിൽ റിസർച്ച് അല്ലാതെ വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ മൗണ്ടഡ് ആർച്ചറി ഉണ്ട്, കുതിരപ്പുറത്ത് നിന്നുള്ള അമ്പെയ്ത്ത്, പിന്നെ ഹോഴ്സ് കുറച്ച് കാലം, പിന്നെ ക്യാമൽ റൈഡിങ് ഉണ്ട്. അമ്മയും അത് ചെയ്യുന്നുണ്ടല്ലേ? ഹോഴ്സ് പോളോ പ്ലെയർ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആരാ ആദ്യം ഇതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് കാണിച്ചത്? എൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ട്, എൻ്റെ കൂടെ അമ്മ കമ്പനിക്ക് വന്നതാ. അതായത് അമ്മ ഒലിയോട് പറഞ്ഞോ എനിക്കും ഇത് ചെയ്യണമെന്ന്? ഞങ്ങൾ രണ്ടുപേരും, എനിക്ക് ആദ്യമായിട്ട് കുതിരനെ വാങ്ങി തന്നിരുന്നു. ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ലൈക്ക് ഊട്ടിയിലേക്ക് നമ്മൾ തേനീച്ചക്കൂടുകളാണ് ജീവിത സാഹചര്യങ്ങൾ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് നമ്മളതൊരു ഉപജീവന മാർഗ്ഗമായിട്ട് തേനീച്ചക്കൂടുകളെടുത്ത് ഊട്ടിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. ഓക്കെ, ഈ തേനീച്ചക്കൂട് എങ്ങനെ കൊണ്ടുപോയപ്പോൾ ഇവിടുന്ന്? ലൈക്ക് നമ്മൾ ബോക്സുകളാക്കി കൊണ്ടുപോകും, ലൈക്ക് നെറ്റിട്ട് കവർ ചെയ്തിട്ട് നമ്മൾ ലോറി അങ്ങനത്തെ ഇതിനകത്തായിട്ട് ട്രാൻസ്പോർട്ട് ട്രക്കിൽ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, എന്നിട്ട് പിന്നെ അവിടെ നിന്ന് തന്നെ റിസോഴ്സുകളിൽ നിന്ന് നമ്മൾ തേനീച്ച കൂടുകൾ വെച്ചിട്ട് ലൈക്ക് കാട്ടിൽ നിന്ന് തേനീച്ചകളെ കണക്ട് ചെയ്ത് നമ്മൾ എടുത്ത് കൊടുന്ന് വെക്കുന്ന അങ്ങനത്തെ പ്രോസസ്സും ഉണ്ട് അതിനകത്ത്. അങ്ങനെ ഊട്ടിയിലെത്തി. കുതിരപ്പുറത്ത് അറിയാണ്ടെന്ന് കയറിപ്പോയതാണ്. പിന്നെ എനിക്കതിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല. ഞാൻ ആ മുടിയും പിടിച്ച് ഇങ്ങനെ എടുത്തു. ആദ്യം എൻ്റെ മാമനാ കയറ്റുന്നുള്ള കുതിരപ്പുറത്ത്. ഓക്കെ, ചുമ്മാ കയറിയതാ? ചുമ്മാ നമ്മൾ ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് 100 രൂപയ്ക്കും 200 രൂപയ്ക്കൊക്കെ കൊണ്ടുവന്ന റൈഡുകളുണ്ടല്ലോ, അതിനകത്ത് കയറുന്നത്. പിന്നെ ഡെയിലി പോക്കായി മണിക്കൂർ കണക്കിന് അങ്ങനെ ഇരിക്കും. പിന്നെ വാശി പിടിക്കാൻ തുടങ്ങി എനിക്കൊരു കുതിരനെ വാങ്ങിത്തരണം എന്നുള്ളത്. അമ്മ വാങ്ങിത്തന്നു. എത്ര വയസ്സിലായിരുന്നു അത്? എനിക്കൊരു 3-4 വയസ്സുള്ളപ്പോൾ. 4 വയസ്സിൽ കുതിരനെ വാങ്ങിത്തന്നു. ഞങ്ങൾക്കൊക്കെ 4 വയസ്സിൽ കുതിര മറ്റേ പാവയ്ക്ക് വാങ്ങി തരാം. ഓക്കെ, എന്നിട്ട് എനിക്കങ്ങനെ ആഗ്രഹങ്ങളില്ല. എനിക്ക് ആഗ്രഹങ്ങൾ ചിലതിനോട് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. അങ്ങനെ കുതിര വാങ്ങി? കുതിരനെ വാങ്ങി. അന്ന് ആ കുതിരയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു അപ്പോൾ? അന്ന് 2 വയസ്സായിട്ടുണ്ടായിരുന്നില്ല. ഒരു പേരില്ലേ, എന്തായിരുന്നു? അമൻചന്ദ്. അമൻചന്ദ്. നിങ്ങളുടെ പേരുകളൊക്കെ, അമ്മയുടെ പേരെന്താ? അമിയ താജ്. ഓക്കെ, എന്നിട്ട് അമൻചന്ദ് വന്നു. പിന്നെ ആളുടെ കൂടെ കുറേ റൈഡിങ്ങും കാര്യങ്ങളും പിടിച്ച് നടത്തിക്കലും കാര്യങ്ങളായിട്ട് പിന്നെ അതിലടങ്ങി ഞാൻ ഫാരിയറിയിലേക്ക് വരുന്നത് ലൈക്ക് എൻ്റെ വേറൊരു കുതിരനെ, അപ്പോഴേക്കും വേറൊരു കുതിരനും കൂടെ എടുത്തു, പൃഥ്വി എന്ന് പറഞ്ഞിട്ട്. അതിന് ലാഡം അടിക്കാൻ വന്നൊരാൾ ലാഡിനെ അടിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ആയി. പിന്നെ നെർവ്സ് എന്തോ ചെറുതായി ഒന്ന് കട്ടായി. പിന്നെ കുറേ കാലത്തിന് അതിനെ റൈഡ് ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല. പിന്നെ എനിക്ക് തന്നെ ഒരു തോട്ട് വരാൻ തുടങ്ങി. ഒരു 50 വയസ്സൊക്കെ ആയി തുടങ്ങിയപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല?
ഞാൻ അത്രയും ഇഷ്ടപ്പെടുന്ന കുറച്ച് ജീവികളെ എനിക്ക് മനസ്സിലാക്കി എനിക്ക് ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാമെന്നുള്ളൊരു തോട്ടിൽ കുതിരയ്ക്ക് ലാടം അടിക്കാൻ വേണ്ടി നേപ്പാളിൽ പോയി പഠിച്ചു. 9 വയസ്സിൽ. ഓക്കെ, 9 വയസ്സിൽ നേപ്പാളിൽ അപ്പോഴും അമ്മ വന്നു കൂടെ? അമ്മ ഞാനും കൂടിയാണ് യാത്രകൾ കൂടുതലും. ഒരു ജിപ്സിയിലാണ് ഫുൾ ട്രാവലിംഗ് അല്ലേ? ആദ്യമായിട്ടപ്പോൾ ഈ ഇത് പഠിക്കാൻ വേണ്ടി നേപ്പാളിലേക്ക് പോകുന്നതാണോ ആദ്യത്തെ ആ ഒരു യാത്ര? അല്ല, അതിനു മുന്നേ യാത്രകൾ ഉണ്ടെന്നുണ്ടെങ്കിലും കൂടുതലും യാത്ര അത്രയും തലയ്ക്ക് പിടിക്കുന്നത് അപ്പോഴാണ്. അപ്പോൾ അപ്പോഴും അമ്മ എന്താ പറഞ്ഞത് എനിക്ക് ഇത് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ? ലൈക്ക് സ്കൂളിൽ പോകുന്നില്ല, അറിവുണ്ടാക്കുക എന്നുള്ളൊരു മാനദണ്ഡം ഉണ്ട് എനിക്ക് എൻ്റേതായിട്ടുള്ള സ്വയം പര്യാപ്തമായിട്ട് നിൽക്കാനും എൻ്റെ ഒരു തൊഴിലിനുമായിട്ടുള്ള സാധനങ്ങൾ എനിക്ക് അവിടെ ക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മയും ഇൻട്രസ്റ്റഡ് ആയിരുന്നു, ഞങ്ങൾ രണ്ടുപേരും പോയി. അവിടെ കൂടുതൽ ചോദ്യം പറച്ചിലൊന്നുമില്ല, നമുക്ക് ഈ ഒരു വിഷയം പഠിക്കാൻ തോന്നുന്നു എന്നാ പോവാം, വണ്ടി എടുക്കും, ഒറ്റ മൈൻഡ് പോവാന്നൊക്കെ. ഓക്കെ, ഇത് എത്ര നാളത്തെ കോഴ്സാ? അപ്പം അങ്ങനെയല്ല, ഞാനൊരു 1 ഇയർ ഒരു ഫാമിലിയുടെ കൂടെ നിന്ന് പഠിച്ചതാണ്. ഓക്കെ, ഒരു 1 ഇയർ ഗുരുകുല സമ്പ്രദായം തന്നെ. വീട്ടിലെ പണിയെടുക്കുക, തൊഴുത്ത് കഴുകുക, വൃത്തിയാക്കുക, ലാടം അടിക്കുക, പച്ചിരമ്പ് ഉരുക്കി അടിക്കുക തന്നെയായിരുന്നു പരിപാടി. ഈ മെറ്റൽ അപ്പോൾ പച്ചിരുമ്പായിരിക്കും. ഓക്കെ, ഞാൻ നേരത്തെ ചോദിച്ചതാണ്, എന്നാലും ഒന്നുകൂടി ചോദിക്കുകയാണ്. ഇപ്പം പൊതുവേ നമ്മൾ മെയിൻലി കണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ കടപ്പുറത്തും അതുപോലെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കാണുന്ന കുതിരകളാണ്. അപ്പം അവരുടെയൊക്കെ കാലിൽ ഓൾറെഡി ഒരു സാധനം ഉണ്ടാവും. അപ്പോൾ എനിക്കും പേഴ്സണലി തോന്നിയിട്ടുണ്ട്, ഇത് ഇവരെങ്ങനെയാണ് ഇത് കയറ്റുന്നത്? ഇപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ അവരുടെ ആ സ്കിന്നിൽ അത് ടച്ച് ചെയ്താലോ? ശരിക്കും ഇതിൻ്റെ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? നമ്മൾ നെയിൽ പ്രോപ്പറായിട്ട് നമ്മൾ കട്ട് ചെയ്യില്ലേ നെയിൽ, അതേപോലെ തന്നെ ഇവർക്ക് നെയിൽ കട്ട് ചെയ്ത് അത് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ലൈക്ക് നമ്മുടെ ഇരുമ്പ് അടിച്ച് ലാടത്തിൻ്റെ രൂപത്തിൽ യു ഷേപ്പിലേക്ക് ആക്കി ഇതിന് കറക്റ്റ് ഫിക്സ് ചെയ്ത് ആണി വെച്ച് അടിച്ചു കൊടുക്കണം. പക്ഷേ അതൊരിക്കലും ഇതിന് വേദനിക്കുന്ന രീതിയിലല്ല, കാരണം വൈറ്റ് ലൈൻ ഉണ്ട് അതിൻ്റെ കറക്റ്റ്. നമ്മുടെ ദശ സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുറച്ച് മുന്നേ ആയിട്ടാണ് നമ്മളവിടെ ആണി അടിക്കുക. ഈ ആണി അടിക്കുക അത് അവരങ്ങനെ നമുക്ക് എങ്ങനെ അവർ സഹകരിക്കുന്നത്? ലൈക്ക് ഈ കുതിരയും മനുഷ്യനും ഏകദേശം ഒരേപോലെയാണ്. നമുക്ക് 206 കുതിരയ്ക്ക് 205. നമ്മൾ കുനിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ കുനിഞ്ഞ് വെക്കില്ലേ, ആ സെയിം ഇതിൻ്റെ ഘടനയാണ്, നമ്മുടെ ശരീരത്തിൻ്റെ ഓർഗൻസിൻ്റെ ഘടനയാണ് കുതിരയ്ക്ക്. സോ അതുകൊണ്ട് ഭയങ്കര ഹ്യൂമൻ സൈക്കോളജി ആയിട്ട് ഭയങ്കര അടുത്ത് നിൽക്കുന്ന ജീവികളാണ് കുതിരകൾ. നമ്മുടെ ഒരു ഇമോഷൻ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും, അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആവുകയും ചെയ്യും. ഓക്കെ, സോ സ്നേഹത്തിൽ എന്നെ ഇതുവരെ ഒരു കുതിരയും ചവിട്ടിയിട്ടില്ല. അതായിരുന്നു എൻ്റെ അടുത്ത ചോദ്യം. ഏതെങ്കിലും ഒരു കുതിര ഇതേപോലെ ഇടഞ്ഞിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അറിയാതെ നമ്മളിപ്പോൾ കാലൊരാളുടെ മേൽ അറിയാതെ വെക്കുന്ന പോലെയൊക്കെ എൻ്റെ കാലിലേക്ക് കുതിര കാല് വെച്ചിട്ടുണ്ടാവുള്ളൂ. അത് നമ്മളെടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീറ്റായിട്ട് നിൽക്കും. ഇതിന് നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഇതിനെന്താ കെട്ടിയിടുവോ അല്ലെങ്കിൽ ചുമ്മാ അവിടെ നിർത്തുവാണോ? ചുമ്മാ നിർത്തുക. നമ്മൾ കെട്ടിയിട്ടടിക്കുമ്പോൾ ഇവർക്ക് ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസ് എല്ലാം കൂടും. ഓക്കെ, കാളയ്ക്കൊക്കെയാണ് നമ്മൾ കെട്ടിയിട്ടടിക്കുക. കാളയ്ക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഓൺലി കുതിര. കാളയ്ക്കൊന്നും ഇപ്പം അങ്ങനെ കുളമ്പടിക്കുന്നത് ഭയങ്കര അപൂർവമാണ്. ഓക്കെ, അത് ഭയങ്കര റിസ്ക് ഫാക്ടറാണ്. കുതിരയുടെ ആണെന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യം റിസ്ക് ഫാക്ടറാണ്. ബാക്ക് പെയിൻ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നോക്കിയും കണ്ടും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ബാക്ക് പെയിൻ വരാൻ ചാൻസ് ഉണ്ട്. ആദ്യമായിട്ട് കുതിരയ്ക്ക്, അതായത് എല്ലാം പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഒരെണ്ണം ചെയ്യുമല്ലോ, അതെന്നായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു? 11-12 വയസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെയാണ്. 11 വയസ്സിൽ ചെയ്തു. അത് എവിടെ? നേപ്പാളിൽ തന്നെയായിരുന്നോ? അല്ല, നാട്ടിൽ വന്നിട്ട്. എൻ്റെ കുതിരയ്ക്ക് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ലാടം അടിക്കുന്നത് പ്രോപ്പറായിട്ട് പഠിച്ചിട്ട്. ആണോ? അവൻ നിന്ന് വന്നു? അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഡോഗ്സിനായിട്ട് കണക്റ്റഡ് ആവുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു സ്നേഹമാണ് കുതിരനായിട്ടുള്ളത്. ഞാൻ കുതിരനായിട്ട് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മളെക്കാൾ വലിയൊരു ജീവിയാവുമ്പോൾ അത് എങ്ങനെ ഉണ്ടാവും എന്നുള്ള കൺഫ്യൂഷൻസ് ആണ്. എങ്ങനെ അത് മെരുങ്ങുക അതൊക്കെ ഉണ്ടാവും. ബട്ട് നമ്മൾ ലൈക്ക് ഒരു ഹ്യൂമനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുതിരനെ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് ഹ്യൂമനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഈ നമ്മുടെ സ്വന്തം കുതിര ഓക്കെ, അതല്ലാതെ എങ്ങനെ ആളുകൾ അറിയാം, അതായത് ഓലി ഇത് ചെയ്യുന്നുണ്ട്, എങ്ങനെയാ അപ്പോൾ ബാക്കിയുള്ള ആളുകൾ ഇതിനു വേണ്ടി കോൺടാക്ട് ചെയ്യും? ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് HPRCയിൽ, ഹൈദരാബാദ് പോളോ ആൻഡ് റൈഡിംഗ് ക്ലബിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇപ്പോൾ റേസ് കോഴ്സിലാണെന്നുണ്ടെങ്കിലും ലൈക്ക് കോൺടാക്ട് വെച്ച് ലൈക്ക് വാമൊഴി തന്നെയാണ്. നമ്മളത് അഡ്വർടൈസിങ്ങോ കാര്യമല്ല, വാമൊഴി നമ്മുടെ ചെയ്യുന്നതിൻ്റെ പെർഫെക്ഷൻ അനുസരിച്ചിരിക്കും ആൾക്കാരെ വിളിക്കുന്നത്. ഇപ്പം അറൗണ്ട് ഒരു 2 CR വരെ മുകളിലേക്കുള്ള കുതിരയ്ക്ക് ലാടം അടിച്ചിട്ടുണ്ട്. അത് റേസിങ്ങിന് പോകുന്ന അങ്ങനെ കുതിരകൾക്ക്. ഓക്കെ, ഇതല്ലാണ്ട് സ്വന്തം കുതിര അല്ലാണ്ട് ആദ്യമായിട്ട് ഒരു വർക്കിന് വേണ്ടിയിട്ട് എവിടെയായിരുന്നു പോയി ചെയ്തത്? അത് തമിഴ്നാട്ടിൽ തന്നെയായിരുന്നു കൂടുതൽ വർക്ക്സ് ചെയ്തുകൊണ്ടിരുന്നത്. സ്റ്റാർട്ടിങ് മൊത്തം തമിഴ്നാട്ടിലായിരുന്നു.
പിന്നെ അവിടുന്ന് ബാംഗ്ലൂർ കയറാൻ തുടങ്ങി, പിന്നെ ഹൈദരാബാദ്, രാജസ്ഥാൻ, ഇതിനു വേണ്ടി കുറെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആദ്യമായിട്ട് ഇതിന് പോകുമ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു നമുക്ക് മനസ്സിലാക്കണം അവരൊരു ഇമോഷണലി കണക്ഷൻ വേണമെന്നൊക്കെ, പക്ഷെ ആദ്യമായിട്ട് വേറൊരാൾ വളർത്തിയൊരു കുതിരേനെ നമ്മൾ ആദ്യമായിട്ട് ഇത് ചെയ്യാൻ പോകുമ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് ആ കുതിരേനെ ഒന്ന് സെറ്റാക്കി എടുക്കാം? നമ്മൾ നിന്ന് അത്യാവശ്യം ഒന്ന് തലോടി ഇവരുടെ അടുത്തൊക്കെ ഒന്ന് സമ്മാനിച്ച്, നമുക്ക് മനുഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ പാമ്പറിങ് ആണ് വേണ്ടത്. നമ്മളൊന്ന് ടച്ച് ചെയ്ത് നമ്മളടുത്തൊന്ന് സ്നേഹത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് മറ്റൊരാളെ കണക്ട് ആവാൻ ഭയങ്കര എളുപ്പമാണ്. അതേ പ്രോസസ്സ് തന്നെയാണ് ഇവരുടെ അടുത്തൊന്ന് തലോടി ഒന്ന് പരിചയപ്പെട്ട് എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ രാവിലെ ഒന്നും കിട്ടിയില്ല. ആ കൂടെ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ചെറിയ ഈത്തപ്പഴോ ക്യാരറ്റോ കൊടുത്തങ്ങ് മയക്കെടുക്കും. മുട്ട ഭയങ്കര ഇഷ്ടമാണ് കുതിരയ്ക്ക്. കുതിര മുട്ട ഒന്നോ? എൻ്റെ കുതിരയ്ക്ക് ഡെയിലി ഒരു 20 മുട്ട കൊടുക്കുമായിരുന്നു. പിന്നെ 10 ലിറ്റർ പാല്, 2 കിലോ ക്യാരറ്റ്, പിന്നെ സപ്ലിമെന്റ്സ് വേറെ, തവിട്, ഗോതമ്പ്. മൊത്തം എത്ര ഒരു ദിവസം ചിലവുണ്ട് കുതിരന്? നല്ല ചിലവുണ്ടായിരുന്നു. എന്നാലും ഏകദേശം എന്നാലൊരു അറൗണ്ട് 500 to 1000 ഉള്ളിൽ എങ്ങനെ പോയാലും ചിലവ് വരും ഡെയിലി. പിന്നെ അത്ര വർക്കൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ചിലവുകൾ വരാറുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം പുല്ലും വൈക്കോലും തവിട് അങ്ങനെയായിട്ട് പോവും. ഏതെങ്കിലും കുതിര ഇതുപോലെ പേടിച്ചിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? അതായത് ഉപദ്രവമല്ല, ഇത് അടിക്കുന്ന സമയത്ത് ആള് പേടിക്കുക, വിരണ്ടു പോവാന്നൊക്കെ പറയും. അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതിനനുസരിച്ച് ഞാൻ മെല്ലെ ചെയ്യുള്ളൂ. എനിക്ക് ഹരിബറി എന്നുള്ള വിഷയമേ ഇൻട്രസ്റ്റ് ഇല്ല. മെല്ലെ നിന്ന് ഇവർ മനസ്സിലാക്കി അവർക്ക് പെയിൻ ഇല്ല എന്നുള്ള വിഷയം ഉറപ്പ് വരുത്തിയിട്ടേ ഞാൻ ചെയ്യുള്ളൂ. അതെന്തിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ക്ഷമ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചില വിഷയത്തിനൊക്കെ അപ്പം വെച്ച വാഴ അപ്പം കൊലക്കണം എന്നുണ്ടെങ്കിൽ പോലും ഇതിലൊക്കെ നീറ്റായിട്ട് ചെയ്യണം. ഓക്കെ. ഇപ്പോൾ അവാർഡ് കിട്ടിയത് എന്തിനാ? ഈ കുതിരയുടെ ഇതിനാണോ അല്ലെങ്കിൽ തേനീച്ചയുടെ? ഇല്ല, ഞാൻ ട്രൈബ്സിന് വേണ്ടി റിസർച്ചുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നങ്ങനെ അവാർഡിന് റെഫർ ചെയ്ത് അങ്ങനെ പോയത്. പിന്നെ ഇന്നോവേഷൻസ്. ഓക്കെ. എനിക്ക് തോന്നുന്നു കുറേ ഇപ്പം ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, കുറേ അമ്മയുടെ കൂടെ കുറേ യാത്ര ചെയ്ത് കുറേ എക്സ്പീരിയൻസസ് ഉണ്ട്. അതിൽ ഭയങ്കര ഒരു അഡ്വഞ്ചറസ് മൊമെൻറ്റ് ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലുമൊക്കെ ഒരു മൊമെൻറ്റ്സ് അല്ല? ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടാവാറുണ്ട്. ഇപ്പം മരിക്കുന്നുള്ള അവസ്ഥയിലൊക്കെ നിൽക്കാറുണ്ട്. ലൈക്ക് ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. സോ അന്നത്തെ ലൈക്ക് ഒരു ടൈമിൽ പുഷ്കറിൽ കുതിരയുടെ മേള നടക്കാറുണ്ട്. ആ സമയത്ത് ഫെറി റീച്ച് ചെയ്യാൻ വേണ്ടി പോയതാണ്. ഹോട്ടൽസ് എല്ലാം ബുക്കായി. ലാസ്റ്റ് നിമിഷത്തിൽ ഉണ്ടായിരുന്ന പ്ലാനാണ്. ഹോട്ടൽസ് എല്ലാം ബുക്ക് ചെയ്തു, വേറെ റൂംസ് ഒന്നുമില്ല. സോ ഒരു ലോക്കലായിട്ടുള്ളൊരു ഇത് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. സോ അപ്പോൾ അവിടെ നോക്കാൻ വേണ്ടി ചെന്നപ്പോഴേക്കും സ്മെല്ലൊന്നും പന്തിയല്ല, ആൾക്കാരുടെ നോട്ടം പന്തിയല്ല. നമ്മൾ റൂമിലേക്ക് ഒരുവിധം കയറാനായപ്പോഴേക്കും എന്തോ പന്തിയേട് മണത്തു. അമ്മ ബാഗ് എടുത്തോ, കിട്ടുന്ന കൈ എടുത്ത് ചാടിക്കോ, എന്നെ നോക്കണ്ട, പിന്നാലെ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഓടി. ലൈക്ക് ഒട്ടും നമ്മൾ വിചാരിക്കുന്നൊരവസ്ഥയല്ല, അതിൻ്റെ ഉള്ളിൽ എന്തോ വേറൊരു ലോകം പോലെ തോന്നി. അങ്ങനെ ഇറങ്ങി ഓടി. ഞങ്ങൾ രാവിലെ കണ്ടൊരു വീട്ടിനകത്ത് മുകളിൽ കയറിയിരുന്നു. താഴത്തൂടെ കോണിയുണ്ട്. അതായത് രാജസ്ഥാൻ്റെ വീട്, ആരാന്നറിയില്ല, സ്ട്രേഞ്ചറുടെ ഒരു വീട്. അവിടെ കയറിയിരുന്നു കുറച്ച് നേരം. നല്ല തണുപ്പുമാണ്. വിറച്ച് ജാക്കറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു. സ്ലീപ്പിംഗ് ബാഗിലുള്ളതുകൊണ്ട് നിന്നിട്ട് ഇരുന്ന് വിറക്കി തന്നെയാണ്. ഫോണൊക്കെ സൈലൻ്റ് ആക്കിയിട്ടു. കാരണം താഴത്തേക്ക് കേട്ട് കഴിഞ്ഞാൽ ഇവരെങ്ങാനും വന്നു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് അറിയില്ല. ഇല്ല, അവർക്കറിയില്ല. കാരണം വേറെ ഓപ്ഷൻ ഇല്ല. കാരണം അത്രയും ലേറ്റായി. ഇവരുടെ അടുത്ത് ചോദിക്കാനുള്ളൊരു സാവകാശം ഒന്നുമില്ല. കയറിയിരുന്നു. പിറ്റേ ദിവസം ഇതേപോലെ ഇതാക്കി. അപ്പോഴേക്കും അവർ ഫോണിൻ്റെ വോയിസ് കേട്ട് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും തോക്കും വാളും ഒക്കെ എടുത്ത് നല്ല വിറവായിരുന്നു. രാജസ്ഥാനീസാണ്. ഇവർക്ക് കൊല്ലാൻ ഒരു മടിയല്ല. ഇവർക്ക് ആരുടെ അടുത്തും ചോദിക്കേണ്ടോ കേസോ പ്രശ്നങ്ങളോ ഒന്നും വരില്ല. ഇവർക്ക് കൊല്ലാൻ തോന്നിക്കഴിഞ്ഞാൽ ഇവർ കൊല്ലും. പക്ഷെ അത്ര ടെറർ മനുഷ്യന്മാരല്ല. ഇത്രയും സ്നേഹമുള്ള ആൾക്കാർ വേറെ ഒന്നുമില്ല. സോ എന്നിട്ട് ഇവര് തോക്കൊക്കെ ഇട്ട് വന്നു. പിന്നെ നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങനെ ഇതാക്കിയ കൊല്ലടാന്നൊക്കെ പറഞ്ഞ് നിന്നിരുന്ന. പിന്നെ ഞങ്ങൾ 2 സ്ത്രീകളാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞിട്ട് വന്നാൽ പോരായിരുന്നു, നിങ്ങൾക്ക് അകത്ത് തന്നെ നിൽക്കായിരുന്നു, ഞങ്ങളുടെ മക്കളുടെ പ്രായമല്ലേ ഉള്ളതായിട്ട്. ഇപ്പോഴും ചെല്ലുമ്പോൾ ആ വീട്ടിൽ എങ്ങനെ വേണേ കയറി ചെല്ലാം, ഏത് നേരത്തെ വേണേ കയറി ചെല്ലാം എന്നുള്ളൊരു ബന്ധമായി. പിന്നെ അത് ഓക്കെ. അപ്പോൾ പേടിച്ചിട്ടാണോ അവരോട് ഹെൽപ്പ് ചോദിക്കാതെ നേരെ ഓടി കയറിയത്? ആ സമയത്ത് ഒന്നിനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. കാരണം ഒരു 2:30-3 മണി നേരമായിരിക്കും. എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്. ഒന്നും ചെയ്യാനുള്ള മാർഗ്ഗമില്ല. സോ കിട്ടിയോടുത്ത് നിൽക്കുക എന്നുള്ള ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ അടുത്തൊന്നും പരിസരത്തൊന്നും ഹോട്ടൽസോ ഒന്നുമില്ല. എല്ലാം ഫില്ലായിരുന്നു. ഇത് മാത്രമായിരുന്നു ഓപ്ഷൻ. ഞാൻ കേട്ടിട്ടുണ്ട് ജിപ്സി എടുത്തിട്ട് ഒരുപാട് നിങ്ങളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതായത് ഇവിടെ എല്ലാം വിട്ടിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് എന്താ? നാട്ടിലങ്ങനെ നിൽക്കാൻ തോന്നാറില്ല. അതിപ്പോൾ ഞങ്ങളുടെ ജീവിതവും സാഹചര്യങ്ങളല്ല, എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് കുറേ യാത്രകൾ ചെയ്യാറുണ്ട്. പിന്നെ ഫാമിലിക്ക് അതൊട്ടും അവർക്കതൊരു അപമാനമാണെന്നുള്ളൊരു സാഹചര്യം ഉണ്ട്. ലൈക്ക് നമ്മളിങ്ങനെ പോകുന്നതോ അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നതോ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ നമ്മൾ ആർക്കും ഭാരമാവാതെ പോകാമെന്നുള്ള ഓപ്ഷനാണത്.
ഇപ്പോഴും സ്റ്റിൽ അത് കണ്ടിന്യൂ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കും. കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ നാട്ടിൽ കളരി പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റേ ചെയ്യുന്നതാണ്. അപ്പം അമ്മ അമ്മയുണ്ട് കൂടെ. അമ്മയുണ്ട്. ഇത് കഴിഞ്ഞ് ഇനി എങ്ങോട്ടാ പോകുന്നത്? അറിയില്ല, അങ്ങനെ പ്ലാൻ ചെയ്യാറില്ല. ഇല്ല. അതിനിടയ്ക്ക് ഇതേപോലെ ഈ ലാടത്തിന്റെ എന്തെങ്കിലും വരുമ്പോൾ അങ്ങോട്ട് പോയി വരും. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കും. അടിപൊളി വൈബ് ലൈഫാണല്ലോ. ഇപ്പം ഞാനൊരു വർഷം മാത്രമായിട്ടാണ് നാട്ടിലിങ്ങനെ കുറച്ച് നാളെങ്കിലും ഇങ്ങനെ നീണ്ടു നിൽക്കും. പക്ഷെ ഇതിനിടയ്ക്കും ഞാൻ പോയി വരുന്നുണ്ട്. ഈ ഞാൻ അങ്ങനെ ചോദിക്കില്ല, എന്നാലിപ്പോൾ 2 സ്ത്രീകൾ രാവും പകലും ഇല്ലാതെ ഇങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പല പല സ്ഥലങ്ങളിൽ പോകുന്ന പല പല ആളുകൾ, പല പല കൾച്ചർ, പല തോട്ട് പ്രോസസ്സിലുള്ള ആളുകളുടെ ഇടയിലേക്കാണ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത്. ഇപ്പം നമ്മൾ എത്ര ഈക്വാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര എന്തൊക്കെ പറഞ്ഞാലും എൻഡ് ഓഫ് ദി ഡേ ഒരു ലേഡീസ് ഒറ്റയ്ക്ക് പോകുമ്പോൾ ആളുകളുടെ ഇടയിൽ നിന്ന് വരുന്ന പല പല പ്രശ്നങ്ങൾ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു മൊമെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? എനിക്കിതൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. Full നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. നമ്മളൊരാളുടെ അടുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഇന്നതാണ് എന്നുള്ള രീതി മനസ്സിലാവാൻ പാകത്തിന് അവരുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മോശം അനുഭവങ്ങൾ ഭയങ്കര കുറവാണ്. നമ്മൾ എത്രത്തോണ്ട് ധൈര്യമായിട്ട് നിൽക്കുന്നു അത്രത്തോണ്ട് റിസ്ക് ഫാക്ടേഴ്സ് കുറഞ്ഞു വരാറാണ് പൊതുവെ. നമ്മളൊരാളെ ഭയങ്കര ഇപ്പോൾ കുട്ടികളെ കാണുന്നൊരു സാധനമാണ്, അവരുടെ അടുത്ത് മിണ്ടരുത്, ഇവരുടെ അടുത്ത് മിണ്ടരുത്, പ്രശ്നമാണ്, ആൾക്കാർ ഉപദ്രവിക്കും, ആരെയും വിശ്വസിക്കാൻ പാടില്ല. ട്രസ്റ്റ് ചെയ്യൂ, പക്ഷെ ബ്ലൈൻഡ് ആയിട്ടല്ല. നമുക്ക് വേണ്ട രീതിക്ക് ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എനിക്ക് കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമാണ് എൻ്റെ എക്സ്പീരിയൻസ് വളരുള്ളൂ. ഞാൻ എല്ലാവരുടെ അടുത്തും സംസാരിക്കും. എനിക്ക് ബസ്സിൽ പോകുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ്, എന്തുകൊണ്ട് വിളിക്കും, ഞാൻ ഇരുന്ന് സംസാരിക്കും. കാരണം അപ്പുറത്തിരിക്കുന്ന ആളുടെ അടുത്ത് കിട്ടുന്ന അറിവുകൾ നിസ്സാരമല്ല. അവർക്കും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടോ നോക്കിയിട്ട് ചെറിയ കമ്മ്യൂണിക്കേഷൻസ് കൊടുക്കുക. അവരുടെ കുറേ എക്സ്പീരിയൻസുകൾ പറയും. അവരുടെ എക്സ്പീരിയൻസ് ആണ് എൻ്റെ എക്സ്പീരിയൻസ്. അതിനകത്ത് ജീവിക്കാൻ തുടങ്ങും. സോ എനിക്ക് അതേപോലെ ഒരു സാഹചര്യം വരുമ്പോൾ അതെങ്ങനെ മറികടക്കണം എന്നുള്ള അറിവ് എനിക്കുണ്ടാവും. എനിക്ക് കുട്ടികളിപ്പോൾ ചെയ്യാത്തൊരു പ്രശ്നമാണ്, സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. അതാ കറക്റ്റ് പോയിന്റ്. ഇൻട്രസ്റ്റ് ഇല്ല, നമ്മളെല്ലാം നമ്മളുടേതായ ഒരു വേൾഡിലിരിക്കുക. പക്ഷെ ഇൻട്രസ്റ്റ് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇതിൽ നിന്നൊക്കെ ഒരു ബെറ്റർ ലൈഫ് കിട്ടും ആക്ച്വലി. പക്ഷെ ആർക്കും അത് വേണ്ട. സന്തോഷമായിട്ടിരിക്കാൻ ആരും നോക്കുന്നില്ല. ഇവർക്ക് സന്തോഷം വേണം താനും, എന്നാൽ അതിനു വേണ്ടി എഫേർട്ട് ഇടാൻ ആരും റെഡി ആവുന്നില്ല. മൊത്തത്തിലൊരു മടി മാറ്റി വെച്ച് ഞാനും നല്ല മടിച്ചാണ്, പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും എഫേർട്ട് ഇടേണ്ടടുത്ത് എഫേർട്ട് ഇടണം. കുഞ്ഞു കുഞ്ഞു എഫേർട്സ് മാറ്റർ എന്ന് പറയില്ലേ, ആ സാധനം ശരിയാണ്. നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ ഹാപ്പി ആവാൻ എഫേർട്ട് ഇടുക. അത് ഏത് റിലേഷനിലാണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും, പാരൻസിൻ്റെ ഇടയിലും മക്കളുടെ ഇടയിലാണെന്നുണ്ടെങ്കിലും അത് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും എഫേർട്ട് ഇടുക. ഈ അതായത് ഇപ്പോൾ നിങ്ങളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റേ ചെയ്യാനും ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാനൊക്കെ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറില്ലല്ലോ. അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാം? അപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല. നിലത്ത് കിടക്കാം. നമ്മളതൊരു സർവൈവിന് വേണ്ടി നമ്മൾ ഏതറ്റവും പോകുന്നുള്ളൊരവസ്ഥ വരും. നമുക്ക് വാശികൾ പിടിക്കാൻ പറ്റില്ല. യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല. ഇന്ന സാഹചര്യത്തിലേ വളരുള്ളൂ, ഇന്ന സാഹചര്യമാണ് എനിക്ക് വേണ്ടത്, എനിക്ക് അതേ പറ്റൂ എന്നുള്ള പിടിവാശികൾ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ട്രാവൽ ചെയ്യുന്നതിനൊരു കുഴപ്പമില്ല, സമൂഹത്തിൽ ജീവിക്കാനൊരു പ്രശ്നമില്ല. പിടിവാശികൾ മാറ്റുക, അതാണ് ഞാൻ ഇത്രയും നാൾ യാത്ര ചെയ്യുന്നതിന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിടിവാശി പിടിച്ചു കഴിഞ്ഞാൽ ജീവിക്കാൻ എളുപ്പമല്ല. ഇതുവരെ മൊത്തം എത്ര സ്ഥലങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്? ഇന്ത്യ മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. ശ്രീലങ്ക, മ്യാൻമാർ, തായ്ലൻഡ്, അങ്ങനെ കുറച്ച് ഏരിയസ്. പാകിസ്ഥാൻ ബോർഡർ കവർ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല മനുഷ്യന്മാർ ശരിക്കും. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇവർ ഭയങ്കര സ്നേഹമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഡേഞ്ചർ അല്ല. ഒരു ഡേഞ്ചറും ഇല്ല എന്നുള്ള സത്യം. ഗവൺമെൻറ് തലപ്പത്തിരിക്കുന്ന ഒരു ഡേഞ്ചറാണെന്ന് വിചാരിച്ചിട്ട്, കുറച്ച് മനുഷ്യന്മാർ ഡേഞ്ചറാണെന്ന് വിചാരിച്ചിട്ട് ബാക്കി എല്ലാവരും ഡേഞ്ചറാണ്, തെറ്റുകാരനെയാണ് ഇവർ. നമുക്ക് അത്രയും, ഞാൻ പീക്കനട്ട്സ് പറിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ വാൾനട്ട് പോലെ തന്നെ പീക്കനട്ട് എന്നൊരു കായുണ്ട്, അത് പറിക്കാൻ വേണ്ടിയിട്ട് കയറും. സോ ഇവർ എന്നെ കൊണ്ടുതരും. ബോർഡറിൽ നൈസായിട്ട് ആർമിക്കാർ എല്ലാവരും കൂടെ സെറ്റ് ആകുമ്പോൾ അവർ എന്നെ കൊണ്ടുതരുന്ന കുറേ സാഹചര്യങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്നത്ര പരിപാടിയല്ല. പൊതുവേ ഈ പാകിസ്ഥാൻ, ശ്രീലങ്കൻ എന്നൊക്കെ പറയുമ്പോഴേക്കും ആളുകൾക്കൊരു പേടി ഉണ്ടാവും. ഞാൻ പണ്ട് ചെറുതിൽ കേട്ടിട്ടുണ്ട് ശ്രീലങ്കയിൽ മനുഷ്യരെ തിന്നുന്ന ആൾക്കാരുണ്ടെന്നൊക്കെ, ചെറുതിലേക്ക് ഇങ്ങനെ കേട്ട് പേടിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ വലുതായപ്പോൾ മനസ്സിലായി. പക്ഷെ എന്നാലും ഈ ശ്രീലങ്കൻ, പാകിസ്ഥാൻ അതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴും അതിനെക്കുറിച്ച് കേൾക്കുമ്പോഴും ആദ്യം തന്നെ ആളുകൾ ചോദിക്കുന്നത് അവിടുത്തെ ആൾക്കാരെങ്ങനെയുണ്ട്, അവരൊക്കെ ഡേഞ്ചറസ് ആണോ, ആ ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കില്ല ആദ്യമായിട്ട് അവർ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ ഇവിടുത്തെ മനുഷ്യന്മാർ തന്നെയാണ് അവിടെ ഉള്ളത്. എല്ലാവരും നല്ല മനുഷ്യന്മാർ, ഇവിടത്തേനൊക്കെ സ്നേഹമുള്ള മനുഷ്യന്മാരാണെന്ന് വേണേൽ പറയാം. ഇന്ത്യനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര നല്ല മനുഷ്യന്മാർ പാകിസ്ഥാനിൽ. ഇപ്പോൾ എന്തെങ്കിലും എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എനിക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തൊന്ന് സെറ്റിൽ ചെയ്യണം എന്ന്? തോന്നിയിട്ടില്ല. ഇല്ല. അമ്മയ്ക്കും ഇല്ല. സെറ്റിൽ ആവാനുള്ള പ്ലാൻസേ ഇല്ല നമുക്ക്. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും? പോയിക്കൊണ്ടിരിക്കുക.
നിൽക്കാൻ എവിടെ ഓൾട്ടർ ചെയ്യാൻ തോന്നുന്നു അവിടെ ഓൾട്ടർ ചെയ്യുക. ചിലപ്പോൾ ഓരോ നാടുകളിൽ ചിലപ്പോൾ 1 മാസമായിരിക്കും, ചിലപ്പോൾ 1 വർഷമായിരിക്കും, ചിലപ്പോൾ 2 ദിവസമായിരിക്കും. നമുക്ക് അവിടുത്തെ സാഹചര്യങ്ങൾ നമ്മളായിട്ട് അഡാപ്റ്റ് ആവുന്നുള്ളതിനനുസരിച്ചിരിക്കും. അവിടുത്തെ എൻവയോൺമെൻറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് നിൽക്കുന്നതിൻ്റെ കാലയളവ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ 1 മാസം ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ആ ഒരു മാസം നിങ്ങൾ എങ്ങനെയായിരിക്കും അപ്പം? ലോക്കൽസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ലൈക്ക് ഇവരുടെ അടുത്തൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് നമ്മുടെ നിന്ന് കിട്ടുന്ന അറിവും അവർക്ക് നമ്മുടെ നിന്ന് കിട്ടുന്ന അറിവും ഭയങ്കരമാണ്. സോ അവരോട് അവിടെ നിന്നുള്ള അവിടുത്തെ സ്വദേശീയരായിട്ടുള്ള ആൾക്കാരെ അവരുടെ കൂടെ നിന്ന് അവരുടെ വീടുകളിൽ അവിടുത്തെ വീട്ടിലെ ഫുഡ് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ നിൽക്കുക. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ചിലവുകളും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ തന്നെ നോക്കും. ലൈക്ക് എവിടെ എന്ത് ജോലി കിട്ടുന്നു അത് ചെയ്യുക. ഇപ്പം എനിക്ക് ബിസിനസ് ഉണ്ടായിരുന്നു, അതങ്ങനെ. അല്ലാണ്ട് വേറെ എന്തൊക്കെ ജോലികൾ ചെയ്തിട്ടുണ്ട്? കുറേ റെസ്റ്റോറൻറ്റ്സിൽ വെയിറ്ററായിട്ട് നിന്നിട്ടുണ്ട്, ക്യാഷിലിരിക്കാറുണ്ട്, പിന്നെ വാൽനട്ട് വാൽനട്ട് പറിക്കാൻ കയറാറുണ്ട്, മഞ്ഞ് വീഴുമ്പോൾ മഞ്ഞ് വൃത്തിയാക്കാൻ നിൽക്കാറുണ്ട്. അങ്ങനെ കുറേ കമ്പനികളിൽ ജോലി ചെയ്യാറുണ്ട്, ഷോപ്പുകളിൽ. അങ്ങനെ ഇഷ്ടം പോലെ മുള വെട്ടാൻ പോകാറുണ്ട്, മുളയിലുകൊണ്ട് സാധനങ്ങൾ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ നിൽക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ഏതെങ്കിലും ഇപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കിപ്പോൾ കറൻ്റ്ലി അങ്ങനെ ഒരു സെറ്റിൽ ആവാനുള്ള ഒരു പ്ലാൻ ഇല്ലാന്ന്. പക്ഷേ ഏതെങ്കിലുമൊക്കെ ഒരു മൊമെൻറ്റിൽ ആലോചിച്ചിട്ടുണ്ടോ എന്തെങ്കിലും സെറ്റിൽ ആവേണ്ടി വരുമോ എന്നൊക്കെ? വരുമൊന്നും ചിന്തിക്കാറില്ല. ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ ചിലരുടെ ലൈഫ് കാണുമ്പോൾ ലൈക്ക് അവരെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളൊരു തോട്ട് വരാറുണ്ട്. അല്ല, എനിക്ക് നല്ലൊരു പ്ലാൻ ഉണ്ട്, സെറ്റിൽമെൻറ്റ് പ്ലാൻ അല്ല എന്നിരുന്നാൽ പോലും ഒരു കളരി, പിന്നെ അത്യാവശ്യം നല്ലൊരു കെഫേ സെറ്റപ്പ്, കുറച്ച് സ്റ്റേ, പിള്ളേരെ എങ്ങനെ ജീവിക്കാം എന്നുള്ള സാധനങ്ങൾ പഠിപ്പിക്കാൻ പറ്റിയ ഒരു കുഞ്ഞ് സ്കൂൾ. അങ്ങനെ ഒരു സ്കൂളല്ല, അതിന് സ്കൂളിൽ നിന്ന് എനിക്ക് പറയാൻ ഇഷ്ടമല്ല. ലൈക്ക് എല്ലാവർക്കും വന്ന് ഒരു ഹൈഡ് ഔട്ട് എന്നുള്ളൊരു സാധനം എനിക്ക് മൈൻഡിൽ എപ്പോഴും ഉണ്ട്. കുറച്ചധികം വലിയ സെറ്റപ്പായിട്ട് അതിനകത്ത് എല്ലാം ഉണ്ടാവണം. ലൈക്ക് കൃഷിയാണെന്നുണ്ടെങ്കിലും അതിനകത്ത് ഓരോ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ളത് എങ്ങനെയാണെന്നുള്ളത്, കളരി, എക്സസൈസുകൾ, ജീവിക്കാനുള്ളൊരു കംപ്ലീറ്റ് എങ്ങനെ ലൈഫ് സ്ട്രക്ചർ ചെയ്യണം എന്നുള്ളൊരു ഫുൾ പാക്കേജ്. അതെ. അപ്പോൾ ഈ നമ്മുടെ കുതിരേനെ കുറിച്ച് പറയുമ്പോഴേ എത്ര നാൾ വരെ ഉണ്ടായിരുന്നു? ഇപ്പോൾ ആളുണ്ടോ? ഒരാൾ മരിച്ചു, ഒരാളിപ്പോഴും ഉണ്ട്. ബട്ട് ആരാ? പൃഥ്വി. അത് അമനാണ് ഇപ്പോൾ ജീവനോടെ ഉള്ളത്. പൃഥ്വി മരിച്ചു. നമുക്ക് ഒരു സാഹചര്യം വന്നത്, സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നം വന്നു. ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ തമിഴ്നാട്ടിലൊരാളെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. പക്ഷെ ആ കുതിരനെ മറിച്ച് വിറ്റു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഏത് കുതിര എന്നാൾ ചോദിച്ചത്. പിന്നെ കുതിരനെ ഞാൻ കണ്ടിരുന്നു. അല്ല, അതെങ്ങനെ അത് നിങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ബന്ധത്തിന്റെ പുറത്തങ്ങ് വിട്ടുപോകുന്നതല്ലേ. അപ്പൊ ഇങ്ങനെ ചില അടികൾ കിട്ടും. അപ്പോഴായിരിക്കും പഠിച്ചതല്ല ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യണം, പക്ഷെ ബ്ലൈൻഡ് ആയിട്ട് വരില്ല. പിന്നെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാവും, ചിലതൊക്കെ കിട്ടിയ പഠിക്കുള്ളൂ. എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമേ ആക്കുള്ളൂ. പിള്ളേരെ അനുഭവിക്കാൻ വിടണം, കിടന്ന് പഠിക്കട്ടെ, കിട്ടി പഠിക്കണം. അതെ. അല്ല, അപ്പൊ അതിനെ അതായത് നോക്കാൻ കൊടുത്ത ആൾ അതിനെ മറിച്ച് വിറ്റു നിങ്ങളറിയാതെ. എന്നിട്ട് ലാസ്റ്റ് ആളുടെ അടുത്ത് വഴക്കായി, പ്രശ്നങ്ങളായി. പക്ഷെ ആള് കൈ മലർത്തി കാണിച്ചു. പിന്നെ ഒരു സമയത്ത് ഒക്കനക്കൽ വെച്ച് നമ്മൾ കുതിരനെ കണ്ടിരുന്നു. ഈ കൊടുത്തു നമ്മളിവിടെ രണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുതിരയുടെ ഒരു മേളയായിരുന്നു. അവിടെ നിന്ന് വൻ ബഹളവും കരച്ചിലും കൊതർച്ചയും പൊട്ടിക്കലും ഒക്കെ ആയിട്ട് ഓടി വന്ന് നേരെൻ്റെ തോളിൽ, ഞാൻ പിന്നെ പുറം തിരിഞ്ഞിരിക്കുക, നേരെൻ്റെ തോളിൽ വന്ന് ഇങ്ങനെ നിന്നു, കണ്ണീരായിട്ട്. അയ്യടാ. അപ്പോൾ ആൾക്ക് അത് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് കണ്ടേ? ഒരു നാളൊരു കഴിഞ്ഞു, ഇയേഴ്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത്ര നാൾ ഇവർ ഇത് ഓർത്തിരിക്കും. എനിക്ക് ഈ ഡോഗ്സിനായിട്ട് ഇടപഴകിയുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും നമ്മുടെ അടുത്ത്. അപ്പോൾ ഈ നമ്മൾ അത്രയും സ്നേഹിച്ച് കൊണ്ടു നടന്ന ഒരു പെറ്റ്, ലിറ്ററലി കുതിരയാണെങ്കിലും ഡോഗാണെങ്കിലൊക്കെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഒരു കുട്ടികളെ പോലെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിന് നമ്മളോട് ചോദിക്കാതെ അവർ മറിച്ച് വയ്ക്കുക, അത് തന്നെ ഭയങ്കര ഒരു ഹാർട്ട് ബ്രേക്കിംഗ് മൊമെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇത്രയും നാൾ കഴിഞ്ഞിട്ട് ഇതിനെ കാണുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ നമുക്ക് സംഭവിച്ചു പോയി, ഇനിയിപ്പോൾ അതിനോർത്ത് സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല, അതെവിടെയെങ്കിലും ഹാപ്പി ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസം തന്നെയായിരുന്നു. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വന്നു കേട്ടോ. അതിനെ എല്ലും തോലായിട്ടുണ്ടായിരുന്നു. അയ്യോടാ. ലൈക്ക് അതിന് പ്രോപ്പറായിട്ട് ഭക്ഷണം കൊടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ആരുടെ കൂടെ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ഹാപ്പി ആയിട്ടിരുന്നോട്ടെ. പക്ഷെ അത് ഹാപ്പി അല്ലായിരുന്നു. അപ്പോൾ തിരിച്ചു കൊണ്ടുവന്നോ? സമ്മതിക്കുന്നില്ല. എമൗണ്ട് അവർ ഭയങ്കര ഹൈ ആയിട്ടാണ് പറയുന്നത്. അല്ല, പറഞ്ഞില്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ട് ഇത് ശരിക്കും ഞങ്ങളുടെ കുതിരയാണെന്നൊക്കെ. അവർക്കും അറിയാം. പക്ഷെ അവർ എമൗണ്ട് ഭയങ്കരമായിട്ട് കൂടി പറയാം. ഞാൻ ആ കുതിരനെ എടുക്കാൻ തയ്യാറായിരുന്നായിരുന്നു. പക്ഷെ നമ്മൾ പറയുന്ന എമൗണ്ട് ഒന്നല്ല, ഒരു നമ്മുടെ കയ്യിലുള്ളതും കൂടെ നമ്മൾ നോക്കണമല്ലോ. ഇരട്ടിയുടെ എമൗണ്ടാണ് പറയുന്നത്. അപ്പോൾ അതിന് തിരിച്ച് കൊടുത്തിട്ട് തിരിച്ച് കിട്ടിയില്ല. തിരിച്ച് വന്നു ആള്. പക്ഷെ എന്നിരുന്നാൽ പോലും അവര് തിരിച്ച് തരാൻ തയ്യാറായില്ല. അത് ഭയങ്കര ഒരു
സീൻ മൊമെൻ്റ് ആയിരിക്കും അല്ലേ? അതെങ്ങനെ സർവൈവ് ചെയ്ത് സത്യം പറഞ്ഞാൽ? നമുക്കൊക്കെ നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ഒരു പെറ്റ് മരിച്ചു പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അതിനെ കയ്യെത്തും ദൂരത്ത് വീണ്ടും കിട്ടിയിട്ട് അതിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റാതെ വിട്ടിട്ട് പോകുമ്പോഴുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ കയ്യിൽ വരേണ്ടതാണെന്നുണ്ടേ വരും, അല്ലാതെ അതിനെപ്പറ്റി ഓർത്തിരുന്നിട്ട് കാര്യമില്ല. ലൈക്ക് നമ്മുടെയും എനർജി പോവുക, അതിൻ്റെ എനർജി പോവുക എന്നുള്ളതേ ഉള്ളൂ. ചില സമയത്ത് അത് മനസ്സിലുണ്ടാവുന്നുണ്ടെങ്കിൽ പോലും അതിനധികം ഓർക്കാതിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. മിസ് ചെയ്യാറുണ്ടോ? മിസ് ചെയ്യാറുണ്ട്, അയ്യോ. ഇടയ്ക്ക് റൈഡ് ചെയ്യാൻ തോന്നാറുണ്ട്. പക്ഷെ ഓപ്ഷൻസ് പിന്നെ അതിനെ കണ്ടിട്ടില്ല? ഇല്ല, പിന്നെ ഒരു പ്രാവശ്യം കണ്ടിരുന്നു. ഇപ്പം ഒരു നല്ല റോണയുടെ കയ്യിലാണ് ഉള്ളത്. ആണോ? ഇപ്പം ഹാപ്പിയാണ്? ഹാപ്പിയാണ്. ഓക്കെ.